الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ എല്ലായ്പ്പോഴും അല്ലാഹുവിന്റെ വിധി വിലക്കുകളെ പാലിച്ചുകൊണ്ട് ഹലാലിനെയും ഹറാമിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ, സർവോപരി ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അവസാന ശ്വാസം വരെ മുറുകെ പിടിച്ച് വിട പറയാൻ അല്ലാഹു നമ്മെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളെയും അല്ലാഹു പൂർത്തീകരിച്ചിരുമാറാകട്ടെ. പലരും ആശുപത്രികളിലും വീടുകളിലും അസുഖം ബാധിച്ച് കഴിയുന്നവരുണ്ട്. അല്ലാഹു എത്രയും പെട്ടെന്ന് അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഹിജ്റ 6-ാം വർഷം മദീനയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രാഷ്ട്രങ്ങളിലേക്കും കത്തെഴുതുകയാണ്. കത്തിന്റെ വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാം എന്താണ്, ആരാണ് ഇസ്ലാം സ്വീകരിക്കേണ്ടത്, ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന വ്യക്തമായ സന്ദേശത്തിന്റെ സൂചനയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില രാഷ്ട്രങ്ങളിലേക്ക് അയച്ച കത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അക്കൂട്ടത്തിലാണ് യമാമ എന്നറിയപ്പെടുന്ന മക്കയുടെയും മദീനയുടെയും അടുത്ത് തന്നെയുള്ള പ്രദേശങ്ങളായ യമാമയിലെ ഒരു ഗോത്രത്തിന്റെ ഭരണാധികാരിയായ സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹുവിനും ഇങ്ങനെ ഒരു കത്ത് ലഭിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കത്ത് ലഭിച്ച ഉടനെ സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ആ കത്ത് കീറിക്കളയുകയാണ്. അത് മാത്രമല്ല, മദീനയിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വകവരുത്താനുള്ള ഉദ്ദേശം ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിലുള്ള സഹാബികളെ കൊലപ്പെടുത്തിയതായിട്ടും ചരിത്രം നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ ഒരു മനുഷ്യന്, സുമാമത്ത് ബിനു ഉസാൽ എന്ന് പറയുന്ന മനുഷ്യനെ ജീവനോടെ പിടികൂടണം എന്നുള്ള ഒരു കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബികൾക്കും ഒരേ നിർബന്ധമായിരുന്നു. അങ്ങനെ യമാമയിലെ ഭരണാധികാരിയായ സുമാമയെ പിടികൂടുകയാ, മദീനയിലെ പള്ളിയിൽ വെച്ച് ബന്ധനസ്ഥനാക്കുകയാ. പ്രിയപ്പെട്ടവരെ, സഹാബികൾക്ക് എല്ലാവർക്കും ഈ മനുഷ്യനെ മനസ്സിലായിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞു, നന്നായിട്ട് ഈ മനുഷ്യനെ പരിചരിക്കണം. ഒട്ടകത്തിന്റെ പാൽ ഉൾപ്പെടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ നിന്നാകുന്ന ഭക്ഷണം പോലും ഈ ബന്ധനസ്ഥനായ മനുഷ്യന് കൊടുത്തു എന്ന് പറയുമ്പോൾ എന്തുമാത്രം പരിഗണനയാണ് യമാമയിലെ ഭരണാധികാരിയായ ഈ മനുഷ്യനോട്, ഇപ്പോൾ തടവിലുള്ള മനുഷ്യനോട്, തന്നെ കൊല്ലാൻ ശ്രമിച്ചവനോട് പെരുമാറുന്നത് എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകും. ആ സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു ആ മനുഷ്യനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ് 2-3 ദിവസം കഴിഞ്ഞിട്ട്, നീ എന്താണ് വിചാരിക്കുന്നത്, നിന്നെ എന്ത് ചെയ്യും? അദ്ദേഹം പറയുകയുണ്ടായി, ഒന്നുകിൽ അങ്ങ് മാപ്പ് നൽകും, അല്ലെങ്കിൽ എന്നെ കൊലപ്പെടുത്തും. രണ്ടായാലും കൊലപ്പെടുത്തുകയാണെങ്കിൽ എനിക്കറിയാം ഞാൻ ചെയ്ത കുറ്റത്തിന്റെ പാതകത്തിന്റെ ഡെപ്ത് എത്രത്തോളമുണ്ട്, ആഴം എത്രത്തോളമുണ്ട്. അതല്ല, എനിക്ക് മാപ്പ് നൽകിയാണെങ്കിൽ അങ്ങയോട് ഞാൻ ഏറ്റവും അധികം കടപ്പാടുള്ളവനായിരിക്കുമെന്ന് ആ മനുഷ്യൻ പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ വെറുതെ വിടുകയാണ്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കുറച്ചകലെ യാത്ര പോകുന്നിടത്താണ് സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമാകുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പള്ളി പരിസരത്ത് 3 ദിവസം കഴിഞ്ഞ എനിക്ക്
ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു മനുഷ്യനോട് എനിക്ക് വെറുപ്പുണ്ടെങ്കിൽ ഏറ്റവും അധികം വെറുപ്പ് ഈ പ്രവാചകനോടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ 3 ദിവസം കഴിയുമ്പോഴും ഈ ലോകത്ത് ഒരു മനുഷ്യനോട് എനിക്ക് ഏറ്റവും സ്നേഹം കൂടുതലുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാനും, യമാമയിലേക്ക് പോയി യമാമയിലെ ആളുകളെ മുഴുവൻ ഇസ്ലാം മതത്തിലേക്ക് വിളിച്ചു ചേർക്കാനും അവർ ചേരാനും യമാമയിലെ ഭരണാധികാരിയായ സുമാമ ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹുവിനെ സാധിച്ചെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തെ പറ്റി ചരിത്രത്തിൽ പറയുന്നത് ഇസ്ലാമിക നിയമം അനുസരിച്ച്, ഇസ്ലാമിക ചര്യ അനുസരിച്ച് മക്കയിൽ പോയി ധൈര്യസമേതം ഉംറ നിർവഹിച്ച, പരസ്യമായി ഉംറ നിർവഹിച്ച ആദ്യത്തെ മനുഷ്യനാണ്. ആദ്യമായി ഇസ്ലാമിന്റെ തൽബിയത്തിൽ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ട് ഉംറ നിർവഹിച്ച മനുഷ്യനാരെന്ന് ചോദിച്ച സുമാമത്ത് ബിൻ ഉസാൽ റളിയല്ലാഹു അൻഹു ആണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം പറയാൻ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ജീവിതം എങ്ങനെയായിരുന്നു, ആ ജീവിതമാണല്ലോ നാം പകർത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്ത് തന്നെ മതം കേട്ടാലും, എത്ര തന്നെ ആളുകൾ പറഞ്ഞാലും, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണോ എങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്, എന്നെ ഇത്തിബാഅ് ചെയ്യൂ, ഞാൻ പറയുന്നത് അനുസരിക്കൂ, ഞാൻ എന്താണ് കൊണ്ടുവന്നത് അത് നിങ്ങൾ പിന്തുടരൂ. ഇതാണ് ഇത്തിബാഅിന്റെ അർത്ഥം. അങ്ങനെയാകുമ്പോ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. നോക്കിയാ നിങ്ങൾ, അല്ല പറയുന്നത് എന്നെ ഇഷ്ടമാണോ എങ്കിൽ നിങ്ങൾ നബി പറയുന്നത് പോലെ ഇത്തിബാഅ് ചെയ്യണം. അല്ലാതെ പ്രവാചക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. മറിച്ച് 23 വർഷം കൊണ്ട് ഈ ലോകത്തിന് എന്ത് പാഠമാണ് നൽകിയത്, എന്ത് പ്രവർത്തനമാണ് കാണിച്ചു തന്നത്, എന്താണ് ഈ ലോകത്തോട് പറഞ്ഞത്, എന്ത് അംഗീകാരമാണ് ദീനിൽ നൽകിയത്, ഇത് മൂന്നും ഫോളോ ചെയ്യുമ്പോഴാണ് അല്ലാഹു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും അല്ലാഹു നിങ്ങളുടെ പാപങ്ങള് പൊറുത്തു തരുന്നതും. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം എന്താണ്? മദീനയിലെ ഭരണമാണോ, അതല്ലെങ്കിൽ സാധാ ഒരു മനുഷ്യന്റേതുമായ പ്രവർത്തനമാണോ? ഒന്നാമത്തെ ദൗത്യം എന്ന് പറയുന്നത് ഈ ലോകത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ദഅവത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. ആ ദഅവത്തിനെ പറ്റിയാണ് സൂറത്തുൽ അഹ്സാബിലെ 46-ാമത്തെ ആയത്തില് അല്ലാഹു പറയുന്നു, യാ അയ്യുഹൻ നബി ഇന്നാ അർസൽനാക ഷാഹിദ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബി, വല്ലയോ മുഹമ്മദേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്, ഇന്നാ അർസൽനാക, അങ്ങയെ അയച്ചത് ഷാഹിദൻ, അല്ലാഹുവിന്റെ മുന്നിൽ ഷഹാദത്ത് നിർവഹിക്കാൻ വേണ്ടിയാ, ആളുകളോട് നിങ്ങൾ ഷഹാദത്ത് നിർവഹിക്കാൻ വേണ്ടിയാ, വമുബശ്ശിറൻ വനദീറാ, അല്ലാഹുവിന്റെ കാര്യത്തെ പറ്റി സന്തോഷ വാർത്ത അറിയിക്കാനും മുന്നറിയിപ്പ് നൽകാനുമാണ്. വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി, അല്ലാഹുവിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടിയാ. വസിറാജ മുനീറാ, അങ്ങ് പ്രകാശിക്കുന്നത് ആ വിളക്കാന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം ഈ ലോകത്ത് ദഅവത്ത് നിർവഹിക്കുക എന്നാണ്. ആ ദഅവത്ത് നിർവഹണത്തിന്റെ ഭാഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ നിർവഹിച്ചുവെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്വം അത് തന്നെയാണ്. യാതൊരു സംശയവുമില്ല. നമ്മൾ എന്താണോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് അത് പിന്തുടരണം. അതാണ് ഹജ്ജത്തുൽ വിദാഇൽ വിട പറയുന്ന ഹജ്ജിൽ ഞാൻ നിങ്ങളോട് എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടില്ലേ എന്ന് ലക്ഷക്കണക്കിന് ആളുകളോട് ചോദിച്ചപ്പോ ആളുകൾ പറഞ്ഞ മറുപടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയുടെ ഉത്തരവാദിത്വം ദഅവത്ത് നിർവഹിച്ചിട്ടുണ്ട്, ഇനി ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ഇത് ഞാനും നിങ്ങളും ഏറെ പഠിക്കേണ്ട പാഠമാണ്.
അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമാണോ ഉണ്ടായിരുന്നത്? അതല്ല, ജനങ്ങളിലേക്ക് നിരന്തരം ഇടപഴകുന്ന, അവരുടെ മനസ്സുകളിലേക്ക് എത്തി നോക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർക്കറ്റിലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ടൗണിലേക്ക് പോവുകയാണ്. എന്താ ടൗണിൽ പോയിട്ട് പണിയെന്നറിയോ? കച്ചവടമൊക്കെ എങ്ങനെ നടക്കുന്നു? നല്ല രൂപത്തിലാണോ കച്ചവടം? ആളുകളുടെ വിനിമയം, ആളുകളുടെ ബന്ധങ്ങൾ നല്ല രീതിയിലാണോ നടക്കുന്നത്? ആ ഒരു നടത്തത്തിനിടയിലാണ് മാർക്കറ്റിലെ പ്രത്യേകമായ ഒരു പ്രശ്നം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞത്, പറഞ്ഞത്. സിറ്റിയിൽ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ അടുത്തേക്ക് പോയി ചാക്ക് കണക്കിന് ഭക്ഷ്യ വസ്തുവിന്റെ ശേഖരം ഉണ്ടായിരുന്നിടത്ത് ഒരു ചാക്കിൽ കൈയിട്ട് നോക്കുകയാണ്. ഒരു ചാക്കിൽ കൈ അങ്ങനെ അമർത്തി തഴോളം അമർത്തി നോക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് ആ ഭക്ഷ്യവസ്തുവിൽ ഒരു നനവുള്ളതായിട്ട് കാണുന്നത്. എന്തു പറ്റി? ഞാനിട്ട കൈയുടെ അടിയിൽ നനവ് കാണുന്നുണ്ടല്ലോ. ഈ കച്ചവടക്കാരോട് ചോദിച്ച ചോദ്യം, അടിയിൽ നനവ് കാണുന്നുണ്ടല്ലോ, എന്തു പറ്റി? ആ മനുഷ്യൻ പറയുക, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, മഴ ബാധിച്ചിട്ടുണ്ട്, അല്പം നനഞ്ഞു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു മറുപടി പറയുക, ഈ താഴ്ന്നു കിടക്കുന്ന ആളുകൾ ശ്രദ്ധയിൽപ്പെടാത്ത ഈ നനവ് എന്തുകൊണ്ട് മുകളിലേക്ക് ആക്കിയിട്ടില്ല? എന്തുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെടുന്ന വിധത്തിൽ ഈ ന്യൂനതയെ കൊണ്ടുവരാത്തത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സെക്കൻഡ് ക്വാളിറ്റി ആണെങ്കിൽ നമ്മൾ കൃത്യമായി പറയുക, ഈ പച്ചക്കറി അല്പം കേട് വന്നുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ വിലക്ക് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ സാധനം സെക്കൻഡ് ക്വാളിറ്റി ആണ്, ഇന്ന വിഷയം ഈ സാധനം വാങ്ങിയാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ പല സാധനം ഡ്രസ്സ് ആയാലും ഏത് മെറ്റീരിയൽസ് ആയാലും ഏത് ഉൽപ്പന്നമായാലും ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി, സർപ്ലസ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ക്വാളിറ്റീസിൽ ജീവിക്കുന്ന നാമൊക്കെ കച്ചവടം ചെയ്യുന്നവരാണെങ്കിൽ, അത് വാങ്ങുന്നവരാണെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് വിൽക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അതുകൊണ്ടാണ് ചോദിച്ചത്, അഫലാ ജഅലതുഹു ഫൗക സമാഇ കയറാ അന്നാസ്, ആളുകൾ കാണുന്ന വിധത്തിൽ അത് ഉയർത്തി വെച്ചൂടെ? അപ്പൊ അത് വിൽക്കണ്ടാന്നല്ല പറഞ്ഞത്, അത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടണം. എന്നിട്ടും പറയണം, ഇത് നനഞ്ഞു പോയിട്ടുണ്ട്, ഇതിന്റെ ക്വാളിറ്റി ഇത്രയാണ്. അത് കൃത്യമായി പറഞ്ഞ് ബോധ്യപ്പെടുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ കുഴപ്പമില്ല എന്ന് കൂടി നമുക്ക് ഈ ഒരു സൂചനയിൽ നിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ആരെങ്കിലും വഞ്ചന കാണിക്കുകയാണെങ്കിൽ അവൻ നമ്മിൽപ്പെട്ടവരല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരം ആളുകൾ തന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ല എന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആലോചിച്ചു നോക്കുക. ഖുർആനില് വളരെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരായത്തുണ്ട്. ആയത്ത് കേട്ടാൽ, ആയത്ത് നമ്മൾ ഓതി കേൾക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ, അർത്ഥം അറിയുമ്പോൾ എത്രമാത്രം വ്യാപ്തി അതിലുണ്ടെന്നും തോന്നിപ്പോ. വൈലുലിൽ മുത്തഫിഫീൻ الذين إذا اكتالوا على الناس يستوفون وإذا قالوهم أو وزنوهم يخسرون ويل للمطففين. അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് നാശം. الذين إذا اكتالوا على الناس يستوفون. ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ 100% പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കും, വാങ്ങും. കസ്റ്റമറിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ അത് 100% ഇങ്ങോട്ട് വളരെ പെർഫെക്റ്റ് ആയിരിക്കും. ആ വിലയിലോ ഒന്നും ഒരു കുറവും ഉണ്ടാവില്ല. എന്നിട്ടോ അങ്ങോട്ട് അളക്കുമ്പോ, തൂക്കുമ്പോ അവിടെ ഭയങ്കര വെള്ളവും കാണിക്കും. ഇത് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ ഭാഗം. ചില ആൾക്കാർ വിചാരിക്കും ഈ കച്ചവടക്കാരായ നമ്മുടെ മുന്നിൽ ഇരുന്നോണ്ടാണോ നമ്മളിങ്ങനെ പറയുന്നത്. എനിക്ക് കിട്ടേണ്ട അവകാശങ്ങൾ മുഴുവൻ ഞാൻ വാങ്ങും. അത് ശമ്പളമാണെങ്കിൽ ശമ്പളം കൃത്യമായി മാസത്തിൽ ഇങ്ങനെ വാങ്ങും. അത് നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയത്. എനിക്ക് കിട്ടേണ്ടത് മുഴുവൻ ഞാൻ വാങ്ങിക്കും. പക്ഷെ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യത്തിൽ അപ്പോൾ മൊബൈൽ ഉണ്ടാവും, സ്ക്രോൾ ചെയ്യും. ഒരു കസ്റ്റമർ വന്നാൽ ചിലപ്പോ ഈ പണിക്കാക്കിയവൻ എന്ത് ചെയ്യും? മൊബൈൽ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ സമയം കളയും. അവിടെ ഈ ആയത്ത് ബാധകല്ലേ? ഇപ്പൊ കേരളത്തില് 3-4 ദിവസം ഭയങ്കര ചർച്ചയാണ്. ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ നോക്കിയാൽ വലിയൊരു അടിന്റെ ഒരു കുഴപ്പം നമ്മളൊക്കെ കണ്ടവരാണ്. നമ്മുടെ വീട് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മളിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടി വരുന്ന ഒരു കസ്റ്റമർ, അല്ലെങ്കിൽ ഒരാള്. നമ്മുടെ വീട്ടിലൊരു ഉൽപ്പന്നമുണ്ട്,
ഇതുപോലെ തന്നെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം, നമ്മൾ എന്താണോ ബിസിനസ് ചെയ്യുന്ന ആ സ്ഥാപനം, നമ്മൾ കണക്ട് ചെയ്യുന്ന എന്തേരെയും അത് സമൂഹത്തിന്റെ ഭാഗമാണ്. ഓരോരുത്തരും ഒരു കസ്റ്റമറാണ്. ആ കസ്റ്റമർക്ക് കിട്ടേണ്ട അവകാശത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ പിഴവരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ പ്രശ്നത്തിൽ പിഴവുണ്ടെങ്കിൽ അത് മാന്യമായി പരിഹരിക്കുക, അതെങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാം. മറ്റുള്ള കസ്റ്റമർ നഷ്ടപ്പെടുത്താതെ നമ്മുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നതിന് അനുകൂലമായ സാഹചര്യം തൊഴിലാളികൾക്കിടയിൽ ഉണ്ടാക്കണം, പറഞ്ഞു കൊടുക്കണം എങ്ങനെ പെരുമാറണം. ഇതുപോലെ ഓരോ ഓണർമാരും അവരുടെ പെരുമാറ്റത്തിലും ഈ കസ്റ്റമർ ഒക്കെയാണ്, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റുള്ളവരാണ് എന്റെ ജീവിത വിജയത്തിന് കാരണം. ഈ ഒരു വിനയം എനിക്ക് നിങ്ങൾക്കൊക്കെ വേണം. അതല്ല ഞാൻ അധ്വാനിച്ച് എന്റെ സമ്പത്ത് കൊണ്ട് ഞാൻ അത്രയേറെ ചോര ഒലിപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയ സമ്പത്ത എന്ന് പറയുന്നതിന് അർത്ഥമുണ്ടോ? എനിക്കായിട്ട് എന്തെങ്കിലും അല്ലാഹു തആല സ്വന്തമായിട്ട് നൽകിയ കഴിവാണോ? മറ്റുള്ളവരും കൂടി ഉണ്ടാകുമ്പോഴാണ് എന്റെ അധ്വാനം എന്ന് പറയുന്നത്, എന്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ ഖുർആനായത്ത് ആളുകൾക്ക് എന്താണ് കൊടുക്കേണ്ടത് അവിടെ പരാജയപ്പെടുന്നവർ, അവർക്ക് നാശം ഉണ്ടാവട്ടെ എന്ന് പറയും. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഷയങ്ങളിലൊക്കെ നന്നായി ഇടപെട്ടുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമ്മൾ ഇടപെടുന്ന നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ കസ്റ്റമറോട്, അതാരായിക്കോട്ടെ, എങ്ങനെയുള്ള സ്ഥാപനമായിക്കോട്ടെ, ഏത് കമ്പനി ആയിക്കോട്ടെ, നമുക്ക് ചുറ്റുമുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും നല്ല രീതിയിൽ സംസാരിക്കാനും ഒരു പ്രശ്നം വരാതെ നോക്കാനുമാണ് നമ്മളൊക്കെ ശ്രമിക്കേണ്ടതെന്ന് ഇത്തരം പാഠങ്ങളിലൂടെ നമുക്ക് കാണാം. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രമായിരുന്നു ഇടപെട്ടത്. ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാകുകയാണ്, പല വിഷയങ്ങളും ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ആളുകൾ ഓടി വരികയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നമൽ മുഅ്മിനൂന യഖ്വ ഫഅസ്ലിഹൂ ബൈന അഖവൈകും. മുസ്ലിങ്ങൾ മുഅ്മിനുകൾ സഹോദരങ്ങളാണ്. അവർക്കിടയിൽ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് നന്മയിലേക്ക് നയിക്കുന്ന രൂപത്തിൽ നമ്മൾ അത് തീർക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ, നിസ്കാരത്തിനേക്കാളും നോമ്പിനേക്കാളും നന്നായി പ്രതിഫലം കിട്ടുന്ന ഒരു സംഭവമുണ്ട്, സദഖയേക്കാളും. ഖാലു യാ റസൂലല്ലാഹി, ഇവര് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറയണം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇസ്ലാഹു ദാത ബൈനിക്കും, നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തർക്കം പരിഹരിക്കുന്നതും നോമ്പിനേക്കാൾ നിസ്കാരത്തേക്കാൾ നമ്മൾ ചെയ്യുന്ന ചാരിറ്റിയേക്കാൾ ഏറ്റവും പുണ്യമുള്ളതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ത് വിഷയമുണ്ടെങ്കിലും ഒരു വിശ്വാസിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറയുന്നത്, റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പണിയും കൂലിയും ഒന്നുമില്ല, തൊഴിലും ഇല്ല, കുടുംബാകെ പട്ടിണിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ നിന്റെ വീട്ടിൽ അസറ്റ് ആയിട്ടുള്ളത്? അമാ ഫീ ബൈതിക ശൈഉൻ, നിന്റെ വീട്ടിൽ ഒന്നും അസറ്റ് ആയിട്ടില്ലേ? ആ മനുഷ്യൻ പറയുക, ജിൽസയുണ്ട്, ഒരു പഴയ വിരിപ്പുണ്ട്, ഒരു ചെറിയ പൂജയുണ്ട്. നമ്മൾ നോക്കണം, നമ്മളാണെങ്കിൽ തൊഴിലില്ല കൂലിയില്ല എന്ന് പറയുമ്പോൾ ആദ്യം ലോൺ എടുക്കാനാണ് ശ്രമിക്കുക. നമുക്ക് എന്താ അസറ്റ് ഉണ്ടെന്ന് നോക്കൂല, നമുക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ ആ വിറ്റിട്ട് പ്രശ്നങ്ങൾ തീർക്കാനല്ല, കോടി ലക്ഷത്തിന്റെ മുകളിൽ ലക്ഷം എങ്ങനെ ലോൺ എടുക്കാൻ പറ്റും, എങ്ങനെ EMI ആക്കാൻ പറ്റും, ഏതൊക്കെ രീതിയിൽ വായ്പ വാങ്ങാൻ പറ്റും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായ്പ ആരോടെങ്കിലും വാങ്ങി തരാനല്ല പറഞ്ഞത്, നിന്റെ വീട്ടിൽ എന്താ അസറ്റ് ഇല്ലേ? അപ്പൊ പറഞ്ഞു, ഒരു പൂജയുണ്ട്, ഒരു പഴയ വിരിപ്പുണ്ട്, അത് രണ്ടും കൊണ്ടുപോകുന്നു. സഹാബികളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതാരാ എന്റെ അടുത്ത് വില വാങ്ങുക? ഒരാൾ പറഞ്ഞു, ഒരു തീർക്കുമ്പോൾ ഞാൻ തരാം, രണ്ടും കൂടി പോരാ, അതിൽ കൂടുതൽ ആരെ വിലക്കെടുക്കുക എങ്കിൽ 2 ദിവസം ഞാൻ എടുക്കാം എന്ന് ഒരു സഹാബി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനോട് പറയുക, ഈ ഒരു ദിർഹം കൊണ്ട് നിന്റെ വീട്ടുകാർക്ക് നീ ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, കൊടുത്തിട്ട് വാ. മറ്റേ ദിർഹം കൊണ്ട് നീ ഒരു പണിയായുധം വാങ്ങിയിട്ട് വാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പണിയായുധവുമായി, ഭക്ഷണ സാധനവുമായി കൊടുത്ത്, വീട്ടിൽ കൊടുത്ത് പണിയായുധമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔദം ബിയദിന, കൈ കൊണ്ട് സ്വന്തമായിട്ട് ആ ആയുധത്തിന്റെ കത്തിയാളാണെങ്കിൽ കത്തിയാട് അതിനൊരു തടി കൊടുത്തു, ഒരു പിടി കൊടുത്തു, അത് ഉണ്ടാക്കി കൊടുത്തു സ്വന്തം കൈ കൊണ്ട്. എന്നിട്ട് പറഞ്ഞു, നീ പോയിട്ട് വിറക് ശേഖരിക്കൂ. ആ മനുഷ്യൻ വിറക് ശേഖരിച്ചു, അത് വിറ്റു, എന്നിട്ട് 10 ദിർഹമായിട്ട് വരിക. അൽഹംദുലില്ലാഹ്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പലപ്പോഴും നമ്മളെ വീട്ടിൽ കുത്തിയിട്ടിട്ട് പണിയില്ല, ജോലിയില്ല, എന്നാ എനിക്ക് പണിയില്ലാത്തത് ആരെങ്കിലും അറിയോ? അത് പേടിയാ. കാരണം വീട്ടിൽ കുത്തിയിരുന്നിട്ട് ജോലിയില്ല എന്ന് പറയുന്നതാ ഏറ്റവും സംതൃപ്തി. അല്ലാതെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി അന്വേഷിച്ച് ഏതെങ്കിലും രീതിയിൽ എന്റെ കുടുംബത്തെ പോറ്റണം എന്ന ചിന്തയുള്ളവൻ വീട്ടിൽ കുത്തിയിരിക്കുവോ? ഒരിക്കലും ഇല്ല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. ഹൗല ബിൻത് സഅലബ് റളിയല്ലാഹു അൻഹ,
ഈ വനിതയുടെ ചരിത്രം നമ്മളൊക്കെ നന്നായി കേൾക്കുന്നവരാണ്. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോൾ ഒരു വാക്കറിയാതെ അങ്ങ് പറഞ്ഞു പോയി. അല്പം ദേഷ്യത്തിന്റെ പിറകിൽ എനിക്ക് നീ എന്റെ ഉമ്മയെ പോലെയാണ്. ഇങ്ങനെ പറഞ്ഞാൽ സംഭവിക്കുന്നത് തലാഖാണ്. ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് കരഞ്ഞിട്ട് പോവുകയാണ്. വയസ്സായ മനുഷ്യന് ഒന്നും ഒരു കഴിവുമില്ല, പക്ഷെ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഇനി അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞാൽ എന്റെ പ്രശ്നം തീർക്കാൻ കഴിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരിയോട് പറയാ, വെയിറ്റ് ചെയ്യ്, അള്ളാഹുവിന്റെ വഹി വരുന്നത് നോക്കട്ടെ. അങ്ങനെയാണ് സൂറത്തുൽ മുജാദല തർക്കിക്കുന്നവരുടെ കഥയായിട്ട് അള്ളാഹു നിങ്ങളുടെ ആ സഹോദരിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു. അങ്ങയോട് തർക്കിക്കുന്ന, അങ്ങയോട് ആവലാതി പറയുന്ന ഒരു സഹോദരിയുടെ ശബ്ദം കേട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറങ്ങിയ ആ പ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്തുകയാണ്. ഒരടിമയെ മോചിപ്പിക്കണം, അല്ലെങ്കിൽ നോമ്പ് നോൽക്കണം, അതും കഴിയില്ലെങ്കിൽ ഭക്ഷണം കൊടുക്കണം. അപ്പോഴും പ്രശ്നം, പാവപ്പെട്ട എനിക്ക് ഈ പ്രശ്നം തീർക്കാൻ ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല ഒന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പഴം കൊടുത്തു എന്നാണ് ചരിത്രം പറയുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി നിർദ്ദേശിച്ചത് അടിമയെ മോചിപ്പിക്കണം എന്നാണ്. സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ, പഠിക്കുമ്പോൾ ആഗസ്റ്റ് 15 നാളെയാകുമ്പോൾ അടിമത്ത മോചനം എന്നത് മുഖ്യ ലക്ഷ്യമായി കൊണ്ട് നടന്ന ഒരു മതത്തിന്റെ ആളുകളാണ് നമ്മൊക്കെ. ഒരു കാലഘട്ടത്തിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു, ഈജിപ്തിലെ ഭരണാധികാരിയായ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഒരു പ്രാവശ്യം കുതിരപ്പന്തയത്തിൽ ആളുകൾക്കിടയിൽ വെച്ച് വിജയിയായിട്ടില്ല, പരാജിതനാവുകയാണ്. വിജയിച്ചൻ ആരാന്നറിയോ? ഒരു ക്രിസ്ത്യാനിയായ ഒരു മനുഷ്യൻ. ആരാ പരാജയപ്പെട്ടത്? അംർ ഇബ്നുൽ ആസിന്റെ മകൻ, ഭരണാധികാരിയാണ്. അവിടുത്തെ സ്റ്റേറ്റിന്റെ ഭരണാധികാരി, രാജ്യത്തിന്റെ ഭരണാധികാരം ഏറ്റെടുത്തത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ആ ക്രിസ്ത്യാനിയായ ആ സഹോദരനെ ഒരു അടി കൊടുത്തു. അങ്ങനെ നീ ജയിക്കണ്ട കേട്ടാ, ഞാൻ ഇവിടെ ഉണ്ടാകുമ്പോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ ഏറ്റെടുത്ത ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ആ മനുഷ്യൻ ആവലാതിയായി വരികയാണ്. ആരാ വരുന്നതെന്നറിയോ? ക്രിസ്തീയ സഹോദരൻ. എന്താ വിഷയം എന്നറിയോ? ഭരണാധികാരിയായ മോൻ പരാജയപ്പെട്ടതിന്റെ പേരിൽ എനിക്ക് അടി തന്നു. സുബ്ഹാനല്ലാഹ്. ഉപ്പയെയും മകനെയും മദീനയിലേക്ക് വിളിക്കുകയാണ്. ആരാ വിളിക്കുന്നത്? ഉമറുൽ ഫാറൂഖ്. അടിയന്തരമായി ഇവിടെ എത്തിക്കോളണം. എന്നിട്ട് രണ്ടുപേരോടുമായി ചോദിച്ചൊരു ചോദ്യമുണ്ട്. എപ്പോഴാണ് നിങ്ങൾ ജനങ്ങളെ അടിമയാക്കി വെക്കാൻ തുടങ്ങിയത്? അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരാക്കി പ്രസവിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, 800 വർഷക്കാലം ഇന്ത്യ രാജ്യം ഭരിച്ച മുസ്ലിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഭൂമിദേവിയെ പൂജിക്കുന്ന ഗാനങ്ങളൊക്കെ നിർബന്ധമാക്കുമ്പോൾ ഒരു മുസ്ലിമിന്റെ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നവന് പൂർണ്ണമായ അർത്ഥം ഉൾക്കൊണ്ട് ആ പാട്ട് പാടാൻ പറ്റുമോ? ഒരിക്കലും പാടാൻ പറ്റൂല. പിന്നെന്തുകൊണ്ടാണ് നിർബന്ധിക്കുന്നത്? മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് അവർ നിന്ദ്യതയോടെ കഴിയേണ്ടവരാണെന്ന് ഇന്നത്തെ ഭരണാധികാരികൾ തീരുമാനിച്ചുവോ എന്ന് പോലും സംശയിക്കുന്ന വിധത്തിൽ നമ്മൾ ഇന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രം മറന്നു പോകരുത്. മലപ്പുറം ജില്ലയിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏരിയകളിലൊക്കെ സന്ദർശനം നടക്കുമ്പോൾ ചില കിണറുകളൊക്കെ നമുക്ക് കാണാം. ആ കിണറുകളിലൊക്കെ മയ്യത്തുകൾ കൂട്ടിയിട്ട സ്ഥലമായിരുന്നു. ഇന്ത്യയുടെ 1/4 ഭാഗത്തെ പട്ടാളം ഇറക്കിയ ഒരേ ഒരു ഏരിയ മലബാറായിരുന്നു. അത് മലപ്പുറമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്നും മരിക്കാൻ 100% രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി അതിർത്തികളുടെ പോരാട്ടത്തിൽ ഇറങ്ങുന്നതും അതിനു വേണ്ടി തയ്യാറാവുന്നതും ആരാ? മുസ്ലിം സമൂഹം. എന്നിട്ട് പോലും ചാരപ്പണിക്ക് ഇറങ്ങുന്നത് ആരാ? അത് നമ്മൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുമ്പോഴേ ഓരോ സ്വാതന്ത്ര്യ ദിനവും പ്രസക്തമാവുകയുള്ളൂ. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത മാതൃകകളെ പിന്തുടരാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.